ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരസ്പരം ബന്ധിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ ഒന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കൂടുതൽ സ്മാർട്ടായിക്കൊണ്ടിരിക്കുക. AI, സ്മാർട്ട് ഹോമുകൾ, എപ്പോഴും ഓണായിരിക്കുന്ന ഉപകരണങ്ങൾ. ജീവിതം കൂടുതൽ വേഗത്തിലായി, കൂടുതൽ സൗകര്യപ്രദമായി, കൂടുതൽ ബന്ധിപ്പിക്കപ്പെട്ടതായി മാറി. എന്നാ ഈ പുരോഗതിയെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് ചുറ്റും നിശബ്ദമായി മറ്റൊന്ന് വളരുന്നുണ്ട്. നമുക്ക് കാണാനോ കേൾക്കാനോ മണക്കാനോ കഴിയാത്ത ഒന്ന്. എങ്കിലും അതെപ്പോഴും അവിടെയുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൂടുതൽ സമയം പുറത്താണ് ചെലവഴിച്ചിരുന്നത്. ആളുകൾ നേരിട്ട് സംസാരിച്ചിരുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും സ്ക്രീനുകൾ, സിഗ്നലുകൾ, കണക്റ്റഡ് ഉപകരണങ്ങൾ എന്നിവയാൽ എപ്പോഴും ചുറ്റപ്പെട്ടിരുന്നില്ല. ഫോൺ എപ്പോഴും അടുത്ത് വെക്കരുതെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ? അതൊരു ചെറിയ ഉപദേശമായിട്ടാണ് തോന്നിയത്. എന്നാൽ ഇന്ന് ലോകം വളരെ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഫോണ്, വൈഫൈ റൂട്ടർ, ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ, സ്മാർട്ട് വീട്ടുപകരണങ്ങൾ ഇവയെല്ലാം നിരന്തരം സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുക. ഇവയെല്ലാം ചേർന്ന് ശാസ്ത്രജ്ഞര് ഇലക്ട്രോ മാഗ്നറ്റിക് പൊല്യൂഷൻ അഥവാ ഇലക്ട്രോ സ്മോഗ് എന്ന് വിളിക്കുന്ന അവസ്ഥ രൂപപ്പെടുന്നു. ഇത് അദൃശ്യമാണ്, നിശബ്ദമാണ്, പിന്നെ എല്ലായിടത്തും ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരവും. എൻ്റെ താമസ സ്ഥലത്തേക്ക് സ്വാഗതം. എൻ്റെ പേര് സൈമൻ ലോ. ഇന്ന് നമ്മൾ എൻ്റെ താമസ സ്ഥലത്ത് എനിക്ക് എത്രത്തോളം ഇലക്ട്രോസ്മോഗ് ഏൽക്കുന്നുണ്ടെന്ന് കൃത്യമായി കണ്ടെത്താൻ ഒരു പരിശോധന നടത്താൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് തുടരാം. ഇനി ചോദ്യം ഇതാണ്, നമുക്ക് കാണാൻ പോലും കഴിയാത്ത ഒന്നിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി തുടങ്ങാൻ? ശരി, നമ്മളത് അളന്നുകൊണ്ട് തുടങ്ങാം. ഇതാണ് EMD റൂറൽ. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോസ്മോഗ് അളവുകൾ ഇത് കണ്ടെത്തുകയും അളക്കുകയും ചെയ്യുന്നു. ഇത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഇനി EMD 100 ഉപയോഗിക്കുന്നത് AEI എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സ്കെയിലാണ്. അതായത് ആംബിയന്റ് ഇലക്ട്രോസ്മോഗ് ഇൻഡെക്സ്. അച്ച മുതൽ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് വരെയുള്ള മേഖലകളുള്ള ഒരു ലളിതമായ വിഷ്വൽ ഗൈഡായി ഇതിനെ കണക്കാക്കാം. ഓരോ നിറവും നിങ്ങളുടെ ചുറ്റുപാടിലെ വ്യത്യസ്ത അളവിലുള്ള ഇലക്ട്രോസ്മോഗിനെ കാണിക്കുന്നു. അത് കാണുമ്പോൾ ഇത്രയും ശാന്തമായി തോന്നുന്ന അന്തരീക്ഷത്തിൽ പോലും എത്രത്തോളം മലിനീകരണം നിങ്ങളുടെ ചുറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് ശ്രദ്ധിച്ചോ, ദൈനംദിന ഉപയോഗത്തിലുള്ള ഉപകരണങ്ങൾ ഓൺ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഡിറ്റക്ടർ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും അദൃശ്യമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അളക്കാൻ കഴിയുന്നതായി മാറുന്നു. അപ്പൊ ഞാൻ വെറുതെ സങ്കല്പിക്കുന്നതല്ല, ഈ മലിനീകരണങ്ങൾ യഥാർത്ഥമാണ്. ഞാൻ ഇതിൽ പലരും ആഗ്രഹം ചെയ്യുന്നുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഡോക്ടർ സവീന്ദർ സിംഗിനെ പോലുള്ള ആരോഗ്യ വിദഗ്ധർ പോലും ഇലക്ട്രോസ്മോഗിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു. കുട്ടികളുടെ തലച്ചോറ്, ഉദാഹരണത്തിന് ഹൈപ്പോതലാമസ്, മുതിർന്നവരെക്കാൾ 1.5 മുതൽ 2 മടങ്ങ് വരെ കൂടുതൽ വൈദ്യുതകാന്തിക മണ്ഡലങ്ങൾ ആഗിരണം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ കുട്ടികളുടെ മജ്ജയിലേക്ക് നോക്കിയാൽ അത് മുതിർന്നവരെക്കാൾ 10 ഇരട്ടി കൂടുതൽ വൈദ്യുതകാന്തിക വികിരണം ആഗിരണം ചെയ്യുന്നു എന്നത് അത്ഭുതകരമാണ്. തലച്ചോറ് കൂടുതൽ ആഗിരണം ചെയ്യുന്ന തലയോട്ടിക്ക് കട്ടി കുറവാണ്. കൂടാതെ ആപേക്ഷികമായി വലിപ്പം കുറവായതുകൊണ്ട് ഒരേ അളവിലെ റേഡിയേഷൻ നൽകിയാൽ വലിയ കോശങ്ങളെക്കാൾ കൂടുതൽ ചെറിയ കോശങ്ങൾ അത് ആഗിരണം ചെയ്യും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളെ, ഉദാഹരണത്തിന് മൊബൈൽ ഫോണുകളെ, നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ്. ഉപയോഗത്തിലില്ലാത്തപ്പോൾ എല്ലാ പവർ പോയിന്റുകളും ഓഫ് ചെയ്യുക. മൂന്നാമതായി, നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഹാർമോണൈസറുകൾ ഉപയോഗിക്കാം. ഇത് ഉപകരണങ്ങളിൽ നിന്നുള്ള റേഡിയേഷൻ പാർശ്വഫലങ്ങളെ സന്തുലിതമാക്കും. കൂടാതെ ഡോക്ടർ മഗ്ദ ഹവാസിനെ പോലുള്ള കനേഡിയൻ ഗവേഷകരെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എക്സ്പോഷറുകൾ ജൈവിക പ്രതികരണങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കുന്ന പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊരു പഠനവിധേയമായി കൊണ്ടിരിക്കുന്ന മേഖലയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാ, നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുക. നമുക്കിനി അത് അവഗണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രധാനമായിരിക്കുന്നത്? കാരണം നിങ്ങളുടെ ശരീരം ഒരു വൈദ്യുത സംവിധാനമല്ല. നിങ്ങളുടെ തലച്ചോറ് സിഗ്നലിൽ അയച്ചുമോ നിങ്ങളെ നെരുവുകളെ ശരീരത്തിലുടനെയോ ആവേഗത്തിലെത്തിക്കൽ. അതിനാൽ സ്വാഭാവികമായും ബാഹ്യമായ വൈദ്യുതകാന്തിക തരംഗങ്ങൾ നമ്മളുമായി എങ്ങനെ ഇടപെടുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ഫ്രീക്വൻസി പരിധികളിൽ അവ മനുഷ്യ ശരീരവുമായി ഒത്തുപോയേക്കാം. ഇപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എനിക്കറിയാം. ഇതിനൊരു വഴിയുണ്ട്.
എല്ലാം അവസാനിച്ചോ? അതോ ഈ ഇരുട്ടിനപ്പുറം ഒരു വെളിച്ചമുണ്ടോ? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഇതാ EM ഗാർഡ്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു പോർട്ടബിൾ ഹാർമോണിക് ടെക്നോളജി ഉപകരണം. ഒരു ബട്ടൺ അമർത്തിയ മാത്രം മതി നിങ്ങൾക്ക് ചുറ്റുമുള്ള സങ്കീർണമായ വൈദ്യുതകാന്തിക അന്തരീക്ഷത്തെ നിയന്ത്രിച്ചും ക്രമീകരിച്ചും EM ഗാർഡ് പ്രവർത്തിക്കുന്നു. ഇപ്പോ തത്സമയം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. EM ഗാർഡ് അല്ലാതെ എൻ്റെ ലാപ്ടോപ്പിലും ടാബ്ലറ്റിലും സ്മാർട്ട് ഫോണിലും EMD 100-ൽ നിന്നുള്ള AEI ലെവലുകൾ വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ EM ഗാർഡ് ഓൺ ചെയ്യാൻ പോവാണ്. ദയവായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. EM ഗാർഡ് ഓൺ ചെയ്ത നിമിഷം തന്നെ ഹാർമോണിക് ഇൻഡിക്കേറ്റർ ചുവപ്പിൽ നിന്ന് പച്ചയിലേക്ക് മാറി. EM ഗാർഡ് പ്രവർത്തിക്കുമ്പോൾ ചുറ്റുപാടുള്ള അന്തരീക്ഷം കൂടുതൽ ക്രമീകരിക്കപ്പെടുന്നുണ്ടെന്ന് ഇത് കാണിക്കുന്നു. കൂടാതെ AEI ലെവലുകളും കുറഞ്ഞ് പച്ച സോണിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഏറ്റവും ശക്തമായ പേഴ്സണൽ പ്രൊട്ടക്ടറുകളിൽ ഒന്നായി EM ഗാർഡ് മാറുന്നു. ഇപ്പോ ഈ ഇടപെടലിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഫാക്കൽറ്റി ഓഫ് സയൻസിലെ ഡെപ്യൂട്ടി ഡീനായ ഡോക്ടർ പീലായ് കോൻ നേതൃത്വം നൽകിയ ഒരു ഇന്റർവെൻഷണൽ പഠനം തുങ്കു അബ്ദുറഹ്മാൻ സർവകലാശാലയിൽ നടത്തി. പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ജൈവ വ്യവസ്ഥകളെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ ഗവേഷണം പരിശോധിച്ചു. അതിനാൽ ഈ പ്രോജക്റ്റിനായി ഞങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി സിൻഡ്രോമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ചുരുക്കത്തിൽ ഞാൻ ഇതിനെ EHS എന്ന് വിളിക്കും. EHS ബാധിച്ചവരിൽ ഈ ഉപകരണം ചെലുത്തുന്ന സംരക്ഷണ ഫലത്തെക്കുറിച്ച് പഠിക്കാൻ M ഗാർഡ് എന്ന പേരുള്ള ഒരു പോർട്ടബിൾ ഉപകരണത്തെക്കുറിച്ചാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഒരു 3 ദിവസത്തെ നിരീക്ഷണ കാലയളവിനുള്ളിൽ 70.3% പങ്കാളികളും തങ്ങളുടെ ലക്ഷണങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. രക്തകോശങ്ങളുടെ കൂട്ടം ചേരലിൽ 50.7% കുറവുണ്ടായതായും ഞങ്ങൾ നിരീക്ഷിച്ചു. ഇത് രക്തയോട്ടം സുഗമമാക്കുന്നതിനും മൈക്രോ സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും കോശതലത്തിൽ ഓക്സിജനും പോഷകങ്ങളും കൂടുതൽ കാര്യക്ഷമമായി എത്തിക്കുന്നതിനും സഹായിക്കുന്നതിനാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ സെറോട്ടോണിൻ അളവിൽ 59.5% വർധനവുണ്ടായതായും ഇത് മികച്ച മാനസികാവസ്ഥ, ഉറക്കം, കണക്റ്റീവ് പ്രവർത്തനം എന്നിവയെ പിന്തുണയ്ക്കുന്നതായും കണ്ടെത്തി. ഇനി ദിവസാവസാനം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ദൈനംദിന ജീവിതം എന്നിവയാണ്. കാരണം സാങ്കേതികവിദ്യ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇത് കൂടുതൽ സംയോജിപ്പിക്കപ്പെടേ ഉള്ളൂ. അതുകൊണ്ടാണ് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും ജീവിതം നിങ്ങളെ എവിടെ കൊണ്ടുപോകുന്നുവോ അവിടെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പാകത്തിലാണ് M ഗാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവച്ച വ്യക്തിയെ ബന്ധപ്പെടുക. ഇന്ന് തന്നെ M ഗാർഡുമായുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നതിലേക്ക് വലിയ ആവശ്യമുണ്ട്. എൻ്റെ പേര് സൈമൺ. ശ്രദ്ധിക്കുക, സുരക്ഷിതരായിരിക്കുക.